എല്ലാവർക്കും നമസ്കാരം. കുട്ടികളെ, നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ? ഞാൻ ജീവിതത്തിന്റെ സ്വന്തം നാട്ടിൽ നിന്നാണ് വരുന്നത്. ഏതാണ്? അതെ, കേരളം. മലനിരകളും പച്ചപ്പും നിറഞ്ഞ എന്റെ സംസ്ഥാനം കേരളം എന്നാണ് അറിയപ്പെടുന്നത്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാട് കൂടിയാണ് കേരളം. വിനോദസഞ്ചാരത്തിന് ഏറെ പ്രാധാന്യമുള്ള കേരളത്തിൽ ധാരാളം വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. ആലപ്പുഴയിലെ കായലുകൾ, കൊച്ചിയിലെ ചരിത്രപരമായ സ്ഥലങ്ങൾ, മൂന്നാറിലെ തേയിലത്തോട്ടങ്ങൾ എന്നിവ അവയിൽ ചിലതാണ്. നന്ദി, നമസ്കാരം. உங்களுக்கு என்ன தெரியுமா? நான் தான் தமிழ் பெண்கள். തമിഴ്നാട് ഇന്ത്യയുടെ തെക്കേയറ്റത്തെ സംസ്ഥാനമാണ് തമിഴ്നാട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ തമിഴ് മുഖ്യ ഭാഷയായി ഉപയോഗിക്കുന്നവരുടെ നാട് കൂടിയാണിത്. തമിഴ്നാടിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ചെന്നൈയാണ്. മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് കുറച്ച് മഴ ലഭിക്കുന്ന പ്രദേശം കൂടിയാണ് തമിഴ്നാട്. തമിഴ്നാട്ടിൽ മനോഹരമായ മലനിരകളും മലപ്രദേശങ്ങളും തീരങ്ങൾ കൊണ്ട് ഊട്ടി, കൊടൈക്കനാൽ എന്നിവ ഇവിടുത്തെ പ്രധാന ഹിൽ സ്റ്റേഷനുകളാണ്. വണക്കം. ഭരതനാട്യം എന്നിവ എന്റെ പ്രധാന നൃത്തകലകളാണ്. ബാംഗ്ലൂർ, ഹംപി, മൈസൂർ എന്നിവ എന്റെ പ്രധാന നഗരങ്ങളും. സുഗന്ധവ്യഞ്ജനങ്ങൾക്കും പട്ടിനും പേര് കേട്ടൊരു സംസ്ഥാനം കൂടിയാണ് ഈ ഞാൻ. ഇപ്പൊ മനസ്സിലായോ ഞാൻ ആരാണെന്ന്? അതെ, ഞാനാണ് കർണാടക. ധന്യവാദങ്ങൾ.
छत्रपति शिवा ने चरण स्पर्शुनी जगदंबा मातेची शपथ घेऊनी छत्रपति शिवा ने चरण जगदंबा मातेची शपथ घेऊनी छत्रपति शिवा ने चरण स्पर्शुनी മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നിവയാണ് ഇതിന്റെ സംസ്ഥാനങ്ങൾ. പാകിസ്ഥാനുമായി രാജ്യാന്തര അതിർത്തിയും പങ്കിടുന്നുണ്ട്. ഗുജറാത്തിയാണ് എന്റെ ഭാഷ. ഗാന്ധിനഗറാണ് എന്റെ തലസ്ഥാനം. ഏറ്റവും അധികം കടൽത്തീരമുള്ളത് എന്നിലാണ്. നമ്മുടെ മഹാത്മാഗാന്ധിജിയുടെയും സർദാർ വല്ലഭായ് പട്ടേലിന്റെയും ജന്മദേശം കൂടിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ കൂട്ടുകാരെ? അതെ, ഞാനാണ് ഗുജറാത്ത്. അഭര. കട്ടിയില്ല പണിയാവുക.
ആദ്യമാണ് ഭാഷ. പറയാമോ ഞാൻ ആരാണ്? ഞാൻ രാജസ്ഥാൻ. എനിക്ക് 50ഓളം ജില്ലകളുണ്ട്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഹരിയാന എന്നിവയാണ് രാജസംസ്ഥാനങ്ങൾ. ഞാൻ ഉൽപ്പാദിപ്പിക്കുന്നത് റാഗി, ബജ്ര, കടുക് എന്നിവയൊക്കെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വെള്ളി ഉൽപ്പാദിപ്പിക്കുന്നത് ഞാനാണ്. നന്ദി, നമസ്കാരം. ഹായ് കൂട്ടുകാരെ, എന്റെ മനസ്സിലായോ? ഇന്ത്യയുടെ ധാന്യകലവറ എന്നറിയപ്പെടുന്ന പഞ്ചാബിൽ നിന്നാണ് ഞാൻ വരുന്നത്. 5 നദികൾ സംഘമായി ഒഴുകുന്ന സംസ്ഥാനമാണ് എന്റെ സംസ്ഥാനം. ഇന്ത്യയുടെ പുഞ്ചിരിക്കുന്ന ആത്മാവിന്റെ വിശേഷണവും ഞങ്ങൾക്കുണ്ട്. 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്ന പ്രദേശം. പ്രധാന അമൃത്സറിലെ ശോഭ ക്ഷേത്രങ്ങൾ, ജാലിയൻ വാലാബാഗ് എന്നിവ പഞ്ചാബ് ഇന്ത്യയുടെ കാർഷിക മേഖലയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ ഒരു കേന്ദ്രഭരണ പ്രദേശം കൂടിയാണ്. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? അതെ, ഞാൻ ലഡാക്കിൽ നിന്നാണ് വരുന്നത്. വളരെ തണുപ്പുള്ള സ്ഥിതി ചെയ്യുന്ന ലഡാക്ക് പ്രകൃതി സൗന്ദര്യത്തിന് വളരെ പേരുകേട്ടതാണ്. നന്ദി. കഴിഞ്ഞ
moments later.